ഹായ് ഗായ്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 75 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ഓ മൈ ഗോഡ്, ക്രഷ് അടിച്ച് ആരോടാ ബ്രോ? സത്യം പറയാലോ, ചിരിച്ചിരി വഴിയായി. താങ്ക്സ്. ഇന്ന് വൈകിയിലോ ചേട്ടന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലേ? ഈ വീഡിയോന്റെ അടിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എല്ലാ വീഡിയോയിലും ഞാനിത് വെച്ചിട്ടില്ലേ? നിങ്ങളിത് കാണുന്നില്ലേ? എന്റെ പൊന്നു ശരത്ത്, പൊന്നല്ല, ഞാൻ പ്ലാറ്റിനോ. ഇത്രയും വേസ്റ്റ് സീസണിന് ഇത്രയും എന്റർടൈനിങ് ആക്കുന്നതിന് ഏഷ്യാനെറ്റ് ഷുഡ് പേ യു സംതിങ്. നോക്കിയിരുന്നു, ഇപ്പൊ കിട്ടും. യുവർ ലാഫ് ഈസ് സോ ഫണ്ണി. ശരിക്കും യുവർ എക്സ്പ്രഷൻ ഈസ് വെരി ക്യൂട്ട്. എന്നിങ്ങനെ പുകഴ്ത്തല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാട്ടാ, പുകഴ്ത്തിക്കാം. ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്റെ ഉപ്പ ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നു. കണ്ടാ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുന്നത് കണ്ടാ? നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നടന്നു. ചേട്ടൻ ഈ ദിവസങ്ങളിലായി ഗ്ലാമർ കൂടുന്നുണ്ട്. ശരിക്കും ശരത്ത് ചേട്ടന്റെ വീഡിയോ ഞാൻ എപ്പിസോഡ് 1 മുതൽ കാണുന്നുണ്ട്. സൂപ്പറാണ്, ഇനിയും ചെയ്യണം. ശരത്ത് ചേട്ടൻ കീ ചെയിൻ അല്ല, കീ ചെയിൻ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്താ വീഡിയോ ലേറ്റ് ആയി. ഇന്നലെ നമുക്കറിയാം ലാലേട്ടന്റെ എപ്പിസോഡ് ആയിരുന്നു. ലാലേട്ടന്റെ എപ്പിസോഡ് നേരത്തെ വരില്ല, സ്ട്രീമിംഗ് ആണ്. സ്ട്രീം ചെയ്ത എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ 11 മണിയാവും. 11 മണി കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിന്റെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നലെ 3 മണി എന്തോ ആയി. അതിനുശേഷം അത് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എനിക്ക് രാവിലെ 11 മണിക്കാണ്. സാധാരണ 3 മണിക്ക് ഉറങ്ങി കഴിഞ്ഞ ഒരു 7 മണി 8 മണിയാകുമ്പോൾ എനിക്കാറുണ്ട്. ഇന്നലെ എന്തോ കൂടുതൽ ഉറങ്ങിപ്പോയി. പിന്നെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയി. പിന്നെ അതിനുശേഷം ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണ്ടായിരുന്നു. അവിടെ പോയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 4 മണി 5 മണിയായി. പിന്നെ ഇന്നലത്തെ ഭയങ്കര ബോർ എപ്പിസോഡായിരുന്നു. അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്നലെ വൈകിയത്. ഇന്ന് മാക്സിമം നേരത്തെ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചത് സമയം കളയുന്നില്ല. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മുടെ ഊർജ്ജം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂടുന്തോറും, വ്യൂസ് കൂടുന്തോറും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കൂടും. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 75 റിയാക്ട് ചെയ്തിട്ട് വരാം. ഇന്ന് എല്ലാരും ലേറ്റ്, ഓരോരുത്തരും ഓടി വരുന്നുള്ളൂ. ഇതാരാ? അർജുന്റെ അടുത്തൊരു പുതിയ കണ്ടസ്റ്റന്റ്. വൈൽഡ് കാർഡ് ആണ്. അല്ല, ഇത് നമ്മുടെ സായി അല്ലേ? ഓ, ലാലേട്ടൻ ഇന്നലെ ഉണ്ണിക്കണ്ണനാവാൻ പറഞ്ഞപ്പോഴേക്കും പോയി ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചോണ്ട് വന്നേക്കാ കൊച്ചു കള്ളൻ. ഛ, 24/7 കാണാൻ ആളായല്ല. ജാസ്മിൻ ചിൻറ്റോനോട് കാക്ക സ്റ്റെപ്പർക്ക്. ജിൻഡോന്റെ സ്റ്റെപ്പ് ഫാൻസ് ഓൺ കോൺടെസ്റ്റ്. രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഫാൻസ് ഓൺ കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ കോൺടെസ്റ്റ് വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു മത്സരാർത്ഥി അവരോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നുണ പറയണം. തിരഞ്ഞെടുത്തത് നോറയാണ്. അതിൽ സെലക്ട് ആയിരിക്കുന്നത് നമ്മുടെ നോറയാണ്. അതിനാൽ എന്ത് പറ്റി നോറ? ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടില്ലേ? സാധാരണ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി, പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ട ആവശ്യം. അൻസിബിൻ നോറ ഉടക്കിയാ? ആണോ? നിങ്ങൾ പറഞ്ഞത് നന്നായി. അത് അൻസിബ പറഞ്ഞത് ശരിയാ. ഇപ്പൊ ബസർ അടിച്ചു. ആദ്യ ക്വസ്റ്റ്യൻ നമ്മുടെ ജിൻഡോ ചേട്ടന്റെ വക. പുറത്താക്കാൻ വേണ്ടി നോറ ഒരുപാട് പരിശ്രമിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ നോറ, നോണ പറ. അത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന രശ്മിനെ ഔട്ടാക്കാൻ പരിശ്രമിച്ചൂലേ? ഋഷി ജിൻഡോ ചേട്ടാ, അപ്പൊ അതിന്റെ അർത്ഥം ഇവളത് പരിശ്രമിച്ചു. നോറ, അറിയാണ്ട് ഞാൻ സത്യം പറഞ്ഞും പോയില്ല. എന്ത് ചെയ്യും? ജിൻഡോ, ഇത് നമ്മുടെ വിജയം. നോറ ഒന്ന് പോടുന്നു. നോറ പ്ലീസ്. നോറ ഇന്ന് നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ ചിരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കുറെ കറിയേണ്ടി വരും. നോറയും ജാസ്മിനുമായിട്ട് ഇത്രയും സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകാൻ കയ്യിലിരിപ്പല്ല. നിനക്ക് ദൈവത്തിന്റെ കരുണ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഋഷി സത്യണ്ടാ, അല്ലെങ്കിൽ ആഴ്ച പോയല്ലേ? സ്വന്തം വീട്ടുകാരെ പോലും അൻസിബ ചോദിക്കാം. അൻസിബ, നാട്ടുകാരെ മുന്നിൽ പിച്ച് ചീന്താൻ ഇട്ട് കൊടുത്തിട്ട് വിക്ടിം കാർഡ് കളിച്ചോണ്ടിരിക്കാറില്ല അല്ലേ നോറ? അത് കലക്കി.
സ്വന്തം വീട്ടുകാരെ പിച്ച് ചീന്തായിരുന്നെങ്കിൽ നോറ ടാസ്ക് ആണ്. നുണ പറ. ഇത് പേഴ്സണൽ ക്വസ്റ്റ്യനാ. ഓക്കെ, ഈ ടാസ്കിന്റെ ഇടയിൽ ചോദിക്കുന്ന എങ്ങനെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആവും നോറ? ബെസ്റ്റ്. ഇതിപ്പോ ആർക്ക് ഈ ടാസ്ക് കൊടുത്ത് എന്തിനാ കൊടുത്ത്? മനുഷ്യനെ പറ്റി കുറ്റമാണ് ഇവിടെ ഇന്ന് പറഞ്ഞു. എന്തായാലും ഒരു ടാസ്ക് വേണ്ടി വന്നു, ഒരു അടി കാണാൻ. എത്ര നാളായി ബിഗ് ബോസ് ഹൗസിൽ ഒരു അടി കണ്ടിട്ട്. ഇതെങ്കിലും ഒന്ന് കൊഴുക്കോ ദൈവമേ. ഏയ്, ഒരു കുറ്റവും പറഞ്ഞില്ല. നല്ലതാ പറഞ്ഞു. കുറ്റം പറഞ്ഞു നീ. ഈ വീഡിയോ നീ ഒന്നും പറഞ്ഞില്ല. എന്തും വിളിച്ചു പറയരുത്. വായി തോന്നിയത് വിളിച്ചു പറയണത് നീയാ നോറ. നീ ആദ്യം സെൽഫ് അനലൈസ്. എന്തും വിളിച്ചു പറയരുത്. നോറ ടാസ്ക് ടാസ്ക് ടാസ്ക്. ജിൻഡോ എന്ത് പറ്റി മോനെ നിനക്ക്? എന്താ ജിൻഡോ എന്തിനാ ഇത്ര ഒച്ചെടുക്കണേ? ജിൻഡോ എന്തിനാ ഇത്ര കലിപ്പ്? ജിൻഡോന്റെ അപ്പുറത്തിരിക്കുന്ന ആളെ നോക്ക്. എന്റെ സായി. ജാസ്മിൻ ബി ലൈക്ക്, ഇയാൾക്കത് എന്ത് പറ്റി? സീൻ. പക്ഷെ ഇത് ഞാൻ എവിടെയോ ഓ അപ്സരയാ. നോറ എന്ത് പറ്റി നോറ? ഓ കാട്ടുതീ സിജ ഇപ്പൊ നന്മമര സിജ ആയ. എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന ഒരു കിടിലൻ ഗെയിമറാന്ന് പറഞ്ഞാൽ നോറ എന്തു? ജാസ്മിൻ പിന്നെയും നോറേനെ ടാസ്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ സായി എല്ലാ കാര്യത്തിലും ഇടപെടാറുണ്ടോ? പ്രതികരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ പറയൂല. അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ലെന്ന് പറയില്ലെന്നാ. ഇവിടെ ആ പോളില് സെലക്ട് ആക്കിയവരുണ്ടല്ലോ, ഈ ഫാൻസ് ഓൺ കോൺടെസ്റ്റിലുള്ള ആൾക്കാര്, അവരടിക്കണം ആദ്യം. വായ വിളിക്കണത് നോണ പറയാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു. വായ പൊളിക്കണത് നോണ പറയാൻ. ഓ, വായ വിളിക്കണത് തിന്നാനും നോണ പറയാനും മാത്രമാണെന്ന് പറഞ്ഞ നോറ അത് നിഷേധിക്കും. അത് തന്നെയല്ലേ ആദ്യം പറഞ്ഞേ. നോറ അത് നിഷേധിക്കില്ലേ? ജിൻഡോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ജാസ്മിൻ ജിൻഡോ ചേട്ടൻ എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചു നോറയുടെ വായ അടപ്പിക്കും. നമുക്ക് കേട്ടു നോക്കാം. ഇയാളിത് എന്തോന്ന് പറയുന്നേ? ഇവരെന്താ ചോദിക്കുന്നേ? നോറ എന്താ ഉത്തരം പറയുന്നത്? സത്യത്തിൽ ഇവൾക്ക് ടാസ്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ അൻസിബ പറയുന്ന കാര്യങ്ങൾ നോറ എതിർക്കുക ചെയ്യുന്നത്. അതിപ്പോ സിജു ചോദിച്ചു, അൻസിബേനെ ആയിരുന്നു ഏറ്റവും വിശ്വാസം. അങ്ങനെയുള്ള ഒരാളുടെ വാക്കിനെ എന്തിനാ എതിർക്കുന്നത് നീ? അവരുടെ വ്യക്തിത്വം എനിക്കിപ്പോ ഇഷ്ടമല്ല. വ്യക്തിത്വത്തെ ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തിത്വത്തെ ഇഷ്ടമാണ്. അവരുടെ നിലപാടുകൾ ശരിയായതുകൊണ്ടാണ്. നിലപാടുകളും ശരിയായതുകൊണ്ടാണ്. അൻസിബയുടെ നിലപാടും കാഴ്ചപ്പാടും ശരിയല്ലെന്നാണ് നോറ പറഞ്ഞത്. ഓക്കെ, നോണ പറയാൻ രീതിയിൽ അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെന്നെ മനസ്സിൽ ഉള്ളത് പറയാലോ. പാരന്റ്സിന് ഇട്ട് അവര് പോയി കഴിഞ്ഞിട്ട് ഫുള്ള് കുറ്റം നോറ പറഞ്ഞു. ആ കണ്ടസ്റ്റന്റ് പാരന്റ്സ് ആയിട്ട് ഇച്ചിരി അകന്നിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ അഭിഷേക് എന്തോ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അഭിഷേക് പറഞ്ഞു ഒരു കണ്ടസ്റ്റന്റിന്റെ പാരന്റ്സ് ആയിട്ട് വഴക്കായിരുന്നു, അവരിവിടെ വന്ന് സ്നേഹമായി, അതിനുശേഷം അവരെ പറ്റി കുറ്റം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. ഇൻസ്പിറേഷൻ ലേഡി എന്ന നിലയിൽ നല്ല ഇൻസ്പയറിംഗ് ലേഡിയാ നോറയാ? നിലപാടുകളെ മാത്രമേ ചോദ്യം ചെയ്യാതിരുന്നിട്ടുള്ളൂ. ഓക്കെ, അത് അന്നും ഇന്നും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ട്. ആൻസർ അല്ല ആൻസർ തന്നു. അത് അതിനോട് പറ്റിയ ആൻസർ അല്ല. എത്രത്തോളം നിലപാടുകൾ സഞ്ചിയിലാക്കിക്കൊണ്ടാണ് വന്നത്? ജാസ്മിൻ ചോദിച്ച ചോദ്യ, നോറ നിലപാടുകളെ സഞ്ചിയിലാക്കിയിട്ടാണ് വന്നേന്ന്. നോറ വിലൈ നിനക്ക് ഇനി മതിയായില്ലല്ലേ? ഏതെങ്കിലും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും. നോറ നീ ഇത് കുറച്ചു നാളും പറഞ്ഞ് ഞാൻ സമ്മതിച്ചാൽ, പക്ഷെ ഇപ്പൊ ഇൻഡിവിജ്വൽ. ഞാൻ ഇവിടെ ഒരു 10 പേരെ കിളി വെച്ചോണ്ട്. അപ്പൊ ജാസ്മിൻ അയ്യോ ഞാൻ ഇൻഡിവിജ്വൽ അല്ലേ, ഞാൻ 10 പേരെ വെച്ചാണ് കളിക്കുന്ന. അർജുനെ ഇങ്ങോട്ട് കേറ്. പ്രേക്ഷകരെ ഇത് കാണുക. ദൈവമേ ഇതിപ്പോ എവിടെ നിന്ന് പറഞ്ഞ കുറെ സാധനങ്ങൾ ഇറക്കുന്നു. ഇപ്പൊ നോറ ഭയങ്കര എന്താ അത്? അംഗീകരിക്കുന്നുണ്ട്. ഉണ്ട്. എന്ത്? എന്നെ അവർ മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അവരെ പോളിസാനോ അൻസിതക്ക് ഇങ്ങോട്ടേക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത് അർജുന്റെ ശബ്ദല്ലേ? ഊര് ഓ ബ്രേക്കപ്പ് ആയില്ലേ? ഊരണ്ട, ഇട്ടുണ്ട് നടന്നോ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരാളൊന്നുമല്ല ഞാൻ. വിവരമില്ലാത്ത ആരെതിനകത്ത് ഇവർ പിടിച്ചിട്ടിട്ടില്ല. വിവരമില്ലാത്ത ആൾക്കാരൊന്നും ബിഗ് ബോസിൽ എടുത്തിട്ടില്ല. 3 ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിനകത്ത് എല്ലാരും കേറിയിരിക്കണം. 3 ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പൊ ഇതൊന്ന് കേട്ടു നോക്കിയേ. എനിക്ക് ഓഡിഷൻസ് ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഡയറക്ട്ലി സെലക്ടഡ്.
അപ്പൊ ശരണ്യക്ക് വിവരില്ലാന്നല്ലേ അൻസിബ പറഞ്ഞ. ഇല്ല, ഞാൻ ചെയ്ത ഔദാര്യമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ അൻസിബ പറയണ എന്റെ ഔദാര്യം കൊണ്ടാണ് നോറ നോമിനേഷനിൽ നിന്നും എസ്കേപ്പ് ആയത്. ഔദാര്യം കൊണ്ടല്ല, മണ്ടത്തരം കൊണ്ട്. റസ്മിൻ നല്ല പ്ലെയർ ആയിരുന്നു. നോറ ബി ലൈക്ക് മിണ്ടണ്ട, സത്യായി പോയി, എതിർക്കാൻ നിന്ന ചമ്മു. റസ്മിൻ 6 ടൂൾ ആവാൻ ഇവിടെ തുടങ്ങി, അതിന് ശേഷമാണ് റസ്മിൻ പോയി തുടങ്ങി. ഓ ജാസ്മിനെ വളരെ കറക്റ്റാ. നിന്റെയും ഗബ്രിയുടെയും കൂടെ കൂടിയിട്ടാണ് അവൾക്ക് ഇത്രയും ഗേറ്റ് വന്നത്. തൊട്ട് കളിച്ചോണ്ടല്ലോ അക്കളി വീക്കളി സൂക്ഷിച്ചല്ലേ. ഓക്കെടാ, സൂക്ഷിക്കാം. റസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി സായി എന്തോ പറയാൻ വന്നിട്ട്. സായി പറ. സായി ഫ്രണ്ട്ഷിപ്പിൽ ഓവറായിട്ട് വിശ്വസിച്ചുകൊണ്ടും സ്നേഹിച്ചതുകൊണ്ടും കൂടി പോയതാണ്. അത് ജാസ്മിൻ നോക്കിയത്. അപ്പൊ ജാസ്മിൻ ആ ശരി എന്നൊക്കെ. അങ്ങനെ ശരിയാണ്. നാഷണൽ നോമിനേഷനിൽ വരാൻ നോറ സായി അതെനിക്ക് ഇഷ്ടായിട്ടോ. നിന്നെ ഒരു IAS കാര്യത്തി ആക്കണം. എന്റെ പൊന്നു, ഈ IAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര എളുപ്പത്തിൽ കിട്ടുന്ന വല്ല സാധനമാണോ? ഒരു വർഷം 150 പേർക്ക് മാത്രമാണ് ഈ സിവിൽ സർവീസ് കിട്ടുന്നത്. അത് കുത്തിയിരുന്ന് പഠിക്കുന്നവർക്കാ. പുള്ളിയുടെ ആഗ്രഹമാണ്. അപ്പൊ എന്റെ പൊന്നു നോറയുടെ പപ്പേ, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാ പോരെ. പുള്ളി ആ ഒരു ആഗ്രഹം പറയുമ്പോഴത്തേക്കും നേരത്തെ പക്ഷെ നോറയുടെ പപ്പ പഴയ സ്പടികം കളിക്ക. നീ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണ്ട, നീ എഞ്ചിനീയർ അല്ല, നീ IAS ആയാ മതി. ആ ഒരു ആഗ്രഹം പറയുമ്പോഴത്തേക്കും എന്റെ പൊന്നു സിജോ, ആഗ്രഹത്തിനൊക്കെ ഒരു പരിധിയില്ലേ? അതിന്റെ പൈസ വരെ പുള്ളി തന്നിട്ടുണ്ടെന്ന് എടുത്ത് പറഞ്ഞു. ആ പൈസ തന്നുണ്ട്. ഐ ശരി, ഓക്കെ അല്ലേ? തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. IAS പഠിക്കാൻ വേണ്ടി ഉപ്പയുടെ പൈസ വാങ്ങിച്ചിട്ട് ആ പൈസക്ക് വേറെ കാര്യങ്ങൾ ചെയ്ത നോറയാണ് എന്റെ ഹീറോ. അപ്പം പുള്ളിക്ക് ഇതിനോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ആ പൈസ ഉൾപ്പെടെ നിന്റെ അടുത്ത്. അപ്പൊ പിന്നെ പൈസ കൊടുത്തപ്പോ അപ്പക്ക് പൊളിയും. അതില് പുള്ളിനെ കുറ്റം പറയാൻ പറ്റില്ല. നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തിരിച്ച് അവരെ മനസ്സിലാക്കുന്നില്ല എന്റെ അർത്ഥം. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. ഞാൻ ധിക്കാരിയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഞാൻ ശരി നോറ, നീ എല്ലാം ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് ശരിയാ ആണെങ്കിലല്ലേ അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ നീ അങ്ങനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി നോറ എല്ലാം ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് IAS കാര്യം മുമ്പേ അറിയാവുന്ന കേസാ. ഇവിടെ പറയുന്നതിന് മുമ്പേ ഓ നിങ്ങൾ തമ്മിൽ പണ്ട് ടാങ്കോല് വെച്ച് 3 വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിച്ചപ്പോ കിട്ടിയ അറിവിൽ നിന്നാണോ ഈ അറിവ് കിട്ടിയത്? മോള് ചെയ്തോ, പക്ഷെ അതിന്റെ കൂടെ ഇതും കൂടെ എന്നേ പറഞ്ഞോളൂ. ഓ സോഷ്യൽ മീഡിയയുടെ കൂടെ എടുക്കാൻ പറ്റിയ സാധനമാണോ IAS? ഒന്ന് ഇറങ്ങി പോടാ, തലയ്ക്ക് ഓളൂല്ലേ. ഈ IAS പഠിക്കുന്നവരെ പുച്ഛിക്കരുത്. താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. ഈ റീൽസ് ചെയ്യണത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല IAS കിട്ടാൻ. അതിന് ഫോൺ യൂസ് ചെയ്യാതെ കുത്തിയിരുന്ന് ഡെഡിക്കേഷനോടെ ഒരു കൊല്ലമൊക്കെ ഇരുന്ന് പഠിക്കണം. എന്നിട്ട് വെറുതെ അവിടെ ചെന്ന് എഴുതി കഴിഞ്ഞാൽ IAS ഒന്നും കിട്ടില്ല. മെച്ചൂർഡായ എന്റെ ദോഷത്തിന് ഞാൻ വല്ലവരും മെച്ചോർഡ് ദോശയാ? പുതിയ ഫ്ലേവറാ? ഞാൻ ഇത് പറയൂലായിരുന്നു. എരന്ന് വാങ്ങിച്ചതാ. ഓ എരന്ന് വാങ്ങിയതാണ് അൻസിബ. അവളായിട്ട് ഇട്ട് ചൊറിഞ്ഞ് ചെയ്യിപ്പിച്ചതാ. രാവിലെ ചിരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ദേ ബാത്റൂമിൽ പോയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് തപസ്സിരുന്ന് പറയുന്നുണ്ട്. വീട്ടിലെ പ്രശ്നം വീട്ടിൽ തീർക്കണം. പബ്ലിക് പ്ലാറ്റ്ഫോം അത് വളരെ ശരിയാ. ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ ബിഗ് ബോസിന് നിങ്ങൾക്ക് കഥയല്ലത് ജീവിതം എന്ന് പേര് മാറ്റാന്ന്. ഫോമിലല്ല. കാരണം അങ്ങേർക്ക് കാശില്ലാതെ പക്ഷെ അൻസിബേ, ബാക്കിയുള്ളവരുടെ വീട്ടിലെ പ്രശ്നമൊക്കെ പരിഹരിച്ചപ്പോഴും നീ ഇത് പറഞ്ഞില്ലല്ലോ. അത് മോശം. രാപ്പകല് കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്ത പൈസ ആയിരിക്കും. അതുകൊണ്ട് അങ്ങേർക്ക് അത്ര തരണം. ഉപ്പയുടെ പൈസ വാങ്ങിച്ച് IAS കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് നോറ ഐഫോൺ എടുത്തു തോന്നുന്നുണ്ട്. സിവിൽ സർവീസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. എന്താ നോറ? അല്ല എന്താ അൻസിബ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ സിവിൽ സർവീസ് അത് പിന്നെ നോറയല്ല, അത് അങ്ങനെ വരൂ, സ്വാഭാവികം. ഇപ്പഴാ പറയണത്. കൂളാവും. ഋഷി അൻസിബേനോട് പറയാ, അൻസിബ കൂൾ കൂൾ. അൻസിബ എന്താ AC കൂളാവാൻ പറഞ്ഞു. ഇത്രയും കാലം എന്നെ പറഞ്ഞു പറ്റിച്ചു. അതാ പറഞ്ഞു പറ്റിച്ചു. പുള്ളി പറഞ്ഞത് ശരിയാ. നേടിയെടുത്താ ഞാൻ ആ വീട്ടിൽ കയറും എന്ന് പുള്ളി മാന്യമായിട്ട് പറഞ്ഞു. അഭിഷേകേ, അത് ഏതോ ഒരു ആപ്പില് ലൈവ് പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസക്ക് വാങ്ങിച്ച വീടാണ്. പുള്ളി അതുകൊണ്ടാണ് അതിൽ കയറാത്തത്. എന്താ സോഷ്യൽ മീഡിയ തുടങ്ങിയോണ്ട് ആ വീട്ടിൽ കയറാത്തത്? കള്ളത്തരം. നോറയുടെ ഉപ്പയ്ക്ക് ആ വീട്ടിൽ കയറാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പുള്ളിക്ക് 100% ഉറപ്പാണ് ഇവളെങ്ങനെ തല കുത്തി പഠിച്ചാലും IAS കയറാൻ പോണില്ല. അപ്പൊ പുള്ളി ആ വാക്ക് കൊടുത്തു, IAS എടുക്കണമെങ്കിൽ ഞാൻ കയറാം. പഠിപ്പിച്ചത് ഞാൻ അവളടുത്ത് ചോദിച്ചു. അത് ആ പോസിറ്റീവ് എന്താ പറയാത്തത്? പൊന്നൻസിബ, അത് പോട്ടെ, നീ അടങ്ങ്. നിന്റെ വീട്ടുകാരൊന്നല്ല പറഞ്ഞു, അവളുടെ വീട്ടുകാരല്ലേ. നിനക്കെന്തിന് ഇത്ര തണ്ണം? എന്തെങ്കിലും അടി ഉണ്ടാക്കണം, അതിന് ഇന്നെ ചൂസ് ചെയ്തു. പോട്ടെ നോറ, പോട്ടെ, എല്ലാം പോട്ടെ. നോറ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യം ക്യാമറ നോക്കി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അപ്പതേ ഒരാള് ബാക്കിന്ന് വന്ന് അടുത്താള് സായി എന്നെ ഒന്ന് എടുത്തോണ്ട് പോയി കഴിപ്പിക്കാമോ? ജാസ്മിനെ, അതൊരു ബുദ്ധിമുട്ടാവൂലേ? എന്നിട്ട് ഞാൻ കപ്പുമായിട്ട് പോകുമ്പോ ഇവരുടെ സങ്കടം ജാസ്മിനെ എന്താ ആഗ്രഹം? പക്ഷെ തമാശയല്ല, നന്നായി കളിച്ചാ ഇനിയും കിട്ടും. 25 ദിവസം കൊണ്ട് ഈസി ആയിട്ട് കപ്പടിക്കാം. മര്യാദയ്ക്ക് കളിച്ചു. അപ്പൊ ജാസ്മിൻ എല്ലാരും കൂടി ഇരുന്ന് കളിയാക്കിയപ്പോ ജിൻഡോ, ജാസ്മിനെ ഞാൻ ഉണ്ട് നിന്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. കുറവുകൂടെ ഉള്ളവർക്ക് ഈ ഒരു കോമ്പോ വന്നു കഴിഞ്ഞാൽ പൊളിക്കും.
ജിസ് ജാസ് ആണോ ജിൻമിൻ ആണോ കൂടുതൽ നല്ലത്? ഇവർ രണ്ടാളാണോ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നത്? സീക്രട്ട് ഏജന്റ് പറയണേ, ജിൻഡോയും ജാസ്മിനും പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മനസ്സിലാക്കി കളഞ്ഞങ്ങനെ. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത് വന്നത് എന്റെ നോറ. അപ്പൊ ജാസ്മിൻ, എടാ ഞാനും ജിൻഡോ അല്ല പ്ലാൻ ആക്കിയേ, ഞങ്ങളുടെ സ്നേഹമായിരുന്നു കൂടുതൽ. പക്ഷെ നിങ്ങളാരും തിരിച്ചറിയും. എടാ ഞാനും നോറാത്തിയാണ് പ്ലാൻ ആക്കിയിട്ട് വന്നേ. നീ അത് കാണുന്നില്ല ഇവിടെ? ഉത്തരം പറയുന്നില്ല. ജിൻഡോ അതെനിക്കറിയാം. നോറീന് മുമ്പ് ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. എന്റെ നമ്പർ നിങ്ങക്ക് മറ്റേ ഫോൺ നമ്പർ തന്ന ആളുടെ പേര് ത്രീക്ക. ഞാൻ കുറച്ച് 2-3 ദിവസമായിട്ട് എറിയുന്നു. ജാസ്മിന് കാര്യം കയ്യിൽ നിന്ന് പോകുന്നറിയാം. ജാസ്മിൻ മിണ്ടല്ല. ഇയാളിപ്പോ എന്തിനാ അതെടുത്ത് ഓർമ്മിപ്പിക്കണേ? ഇവളെന്താ ഈ പറയണേ? എന്റെ പൊന്നു ശ്രീതു, പുള്ളി പറഞ്ഞത് വല്ലതും നിനക്ക് മനസ്സിലായ? അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ് കിട്ടാനുള്ള അടുത്ത ടാസ്ക് ആയിരുന്നു കട്ടപ്പ. പുറകിന്ന് കുത്തണ വല്ല മത്സരമാണോ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഫസ്റ്റാ. എന്നീ നിറങ്ങളുള്ള കട്ടകൾ ഒരു അപ്പൊ ഗെയിം എത്ര ഉള്ളൂ? ഒരു ടീമിൽ നിന്നും 2 പേർ മത്സരിക്കും. ഈ 2 പേര് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് അവിടെ കിടക്കുന്ന റെഡ് പീസുകൾ കളക്ട് ചെയ്യണം, ഒരാള് ബ്ലൂ പീസുകൾ കളക്ട് ചെയ്യണം. എന്നിട്ട് അവിടെ നടുക്കൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിന്റെ ഉള്ളിൽ കൂടെ ബസർ അടിക്കുമ്പോൾ 2 പേരും ഒരേ സമയത്ത് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പാസ് ചെയ്യണം. കിട്ടുന്നവർ ഇവിടെ എടുത്ത് വെക്കണം. ഏറ്റവും കൂടുതൽ ജോഡികൾ കൈമാറിയ ടീം. അപ്പൊ ശേഖരിച്ച കട്ടകൾ ഒരു റെഡും ഒരു ബ്ലൂ ആയിട്ട് എടുത്ത് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിലുണ്ടോ അവർ വിജയിക്കും. 2 പേർ മാത്രമായതിനാൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സത്യം പറഞ്ഞ ഈ ടിക്കറ്റ് ഫിനാലെ അൺഫെയർ ടാസ്ക് ആണ്. കാരണം ജാസ്മിന്റെ ടീമിൽ 4 പേര്, ജിൻഡോന്റെ ടീമിൽ 2 പേര്. അപ്പൊ ടാസ്ക് തുടങ്ങി കട്ട ശേഖരണം. ഇപ്പൊ എല്ലാവരും വന്നിങ്ങനെ കട്ട പറക്കിക്കൊണ്ടിരിക്കുക. നന്ദനെ ഇതിന്റെ മുണ്ടൊക്കെ എടുത്തോണ്ടാണ്. ഇവരെന്തുട്ടി പറയണേ? ഒരേ സമയം കൈമാറാനല്ലേ പറഞ്ഞേ, ഒരേ സമയം വെക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നീ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അതേപോലെ തന്നെ ചെയ്യണേ. ഇവരെ മാത്രം പിടിച്ചെന്നാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതെന്താ അങ്ങനെ മത്സരത്തിൽ ഓരോ ടീമും വാശിയേറി അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്ത് കുഴപ്പം? ഇവരുടെ കഴിഞ്ഞ ജിൻഡോ എന്തുപറ്റി? അൻസിബൻ നന്ദനും കൂടി അടിയായി. ഇങ്ങനത്തെ മണ്ടൻ ജഡ്ജസിനെ എവിടെ നിന്ന് കിട്ടി എന്റെ ബിഗ് ബോസ്? എല്ലാവരും ഒരേപോലെ ചെയ്യണേ. അതിനാണ്. വേറൊരു കാര്യമുണ്ട്, ഋഷിയുടെ ടീമിനെ മാത്രം ആരും ഒന്നും പറയണില്ല. അതെന്താണാവോ? അങ്ങനെ പറഞ്ഞത് ഒരേ സമയം വെച്ചാലും ഒരേ സമയം വലിക്കുന്നുണ്ടല്ലോ. 6, 5 ടോട്ടൽ 6 നിങ്ങൾ മാറ്റിപ്പോ 5 5, 6. എടേ ആരെങ്കിലും ഒന്ന് തീരുമാനിക്കടേ ഏതാണ് 6 ആണോ 5 ആണോ ഒന്ന്. അങ്ങനെ മത്സരം കഴിഞ്ഞു. കുറെ പേരുടെ എന്തൊക്കെ എടുത്ത് മാറ്റി. നമ്മുടെ ജാസ്മിൻ എണ്ണാണ് 11, 12, 32, 33, 44, 36. അങ്ങനെ ഈ മത്സരത്തിൽ നമ്മുടെ നെക്സ്റ്റ് ടീം ജയിച്ചു. ഡെന്നിന് 2nd കിട്ടി, ടണലിന് 3rd കിട്ടി, പീപ്പിൾസിന് പോയിന്റ് ഒന്നും കിട്ടിയില്ല. പീപ്പിൾസ് ടീമിന് പോയിന്റുകൾ ഒന്നുമില്ല. അല്ല എവിടെ ഇന്നാള് ജിൻഡോനെ കുറ്റം പറഞ്ഞ അയൺ ലേഡീസ് ഒക്കെ എവിടെ? ഈ വുമൺ ടീം മാത്രം കളിച്ചാലും കളി ജയിക്കുന്നു പറഞ്ഞവരൊക്കെ എവിടെ? നിങ്ങൾ ഏറെ മോഹിക്കുന്ന ഒരു ഗെയിം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഗെയിമിന്റെ പേരാണ് പറപ്പിക്കൽ. 1ാം സ്ഥാനം നേടിയെടുക്കാൻ ആരെ പറപ്പിക്കണ്ടെന്ന് പറഞ്ഞില്ല. നാളെ ഒരു ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് മുൻപിലുള്ളൂ. അപ്പൊ ടിക്കറ്റ് ഫിനാലേക്ക് ബോണസ് പോയിന്റ് കിട്ടാനുള്ള ടാസ്കുകൾ നാളെ കൂടിയുള്ളൂ. അതിനുശേഷം ഇൻഡിവിജ്വൽ ടാസ്ക് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ടാസ്ക് കണ്ടിട്ട് അടിക്കുമ്പോൾ ബൗളിലുള്ള കടലാസുകൾ. ഈ ടാസ്ക് വേറെ ഒന്നുമല്ല, ഒരു ബൗളിൽ കുറെ കടലാസ് നിറച്ചു വെച്ചിട്ടുണ്ട്. ആ ടൈമർ റോഡും ഈ കടലാസ് ഊതി 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 അതിൽ നിന്നും തെറിപ്പിച്ച് കളയണം. ഏറ്റവും കുറവ് ടൈമിൽ തെറിപ്പിക്കുന്ന ടീം വിജയിക്കും. അടുപ്പിലൂതിയവൻ ജയിക്കും. അർജുന് എന്താ അത് കൊടുങ്കാറ്റാ? ഇവന്റെ വായിൽ വല്ല ഫാൻ ഫിറ്റ് ചെയ്തണ്ടാ? എന്ത് സ്പീഡിലാ പോണി നോക്ക്. ഓ പൊളി. എന്റെ പോനോ ഊതിട്ട് പേപ്പർ പോണില്ലല്ലോ ദൈവമേ. സായി ഐഡിയ പഠിച്ചില്ല. ഒരു സെക്കൻഡ് കൂടി പോയതിനെ ജിൻഡോ കിടന്ന് അടിയാക്കണേ. ചിലപ്പോ ജിൻഡോ പെട്ടെന്ന് ജയിക്കട്ടോ. നമുക്ക് കണ്ടുനോക്കാം.
ജിന്റെ ഊതി ഊതി ഉപ്പാടുന്ന് തോന്നുന്നു. മാറി ഞാൻ ഊതണം. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാ. ഇവര് പുറത്തുനിന്ന് ഊതി അകത്തേക്കാണ് ഇടുന്നത്. ഇത് തീരണില്ലല്ല. 6 മിനിറ്റ് കൂതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊപ്പാട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒറ്റ ഊത്. ഇപ്പൊ നന്ദന ഊതാണ്, ഇപ്പൊ ജാസ്മിൻ അങ്ങനെ 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 അവിടെ അങ്ങനെ പറഞ്ഞ് ആ പെണ്ണിനെ ഹോസ്പിറ്റലിലെ നന്ദനക്ക് സീൻ കിട്ടി. ഇരിക്കാനാ ശ്വാസം മുട്ടണേനാ? ആരുടെ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ? അയ്യോ എന്റെ നീയൊക്കെ കൂടി ആ കൊച്ചിനെ കൊല്ലൂടെ? ഒരു കാല് മാത്രം പൊക്കി കൊണ്ടുപോണു. ഈ ബിഗ് ബോസ് ശ്വാസം മുട്ടിച്ച ആളെ കൊല്ലാൻ വേണ്ടിട്ട് ഓരോ ടാസ്ക് കൊടുക്കും. ബ്ലാക്ക് ഔട്ട് ആവും. ബ്ലാക്ക് ഔട്ടാ? ഓ നന്ദനയുടെ കാര്യം അങ്ങനെ ശരിയായി. കോമഡി സീൻ. ഇരുന്ന് ചെയ്യല്ലേ ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ തെറിച്ചൂലേ? നീയല്ലേ കുത്തിയിരുന്നല്ല മുട്ടിപ്പോട്ട്. ശ്രീധുന്റെ ബുദ്ധി. ഇവരൊക്കെ നിന്നല്ല ഊതിയെ. ഞാൻ ഇങ്ങനെ ഉരുന്നിട്ട് ഇങ്ങനെ ഊതും. ഋഷി അടുത്ത ആളെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. അൻസിബാബിയിലേക്ക് നന്ദുവിനെ കൊണ്ടുപോയത് കണ്ടിട്ട് എന്നെ അങ്ങനെ കൊണ്ടുപോകേണ്ട വരുന്നു തോന്നുന്നു. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഊതി പറപ്പിക്കാൻ പറ്റും. ഇതിലും വേദം കുറച്ച് ചകരി കൊടുത്തിട്ട് അവിടെ ഊതി കഞ്ഞി വെക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. എന്റെ പൊന്ന് ജാസ്മിന് നീ ഒന്നും മിണ്ടാതിരി. നേരത്തെ ഒരുത്തിനോട് അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് അവളെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോയേ. പക്ഷെ ഇത് അനൗൺസ് ചെയ്ത അൻസിബയ്ക്കാണ് ഊതിയവരെക്കാളും ശ്വാസം മുട്ട്. അശേറി മത്സരത്തിൽ ആദ്യം ഊതി തീർത്തത് നെക്സ്റ്റ് ടീം ആയിരുന്നു. രണ്ടാമത് ഊതി തീർത്തത് നമ്മുടെ സായിയുടെ ടീമായിട്ടുള്ള ടണൽ ടീം ആയിരുന്നു. മൂന്നാമത് എത്തിയത് നമ്മുടെ പീപ്പിൾസ് ടീം ആയിരുന്നു. നാലാമത് എത്തിയത് ജിൻഡോന്റെ ഡെൻ ടീം ആയിരുന്നു. പേടി കിട്ടിയപ്പോ അർജുൻ ശ്രീധനെ കെട്ടിപ്പിടിക്കാൻ പോണേ. ഞങ്ങളുടെ 4th പോയിന്റ് ഇല്ലാന്ന് അനൗൺസ് ചെയ്ത് ഞങ്ങൾക്ക് ആഘോഷിക്കണം. നമസ്കാരം, BB6 ന്യൂസിലേക്ക് സ്വാഗതം. BP6 ന്യൂസോ? ഓ എന്നിട്ട് വാർത്തകൾ വായിക്കുന്നത് അപ്സര രത്നാകരൻ. ഓക്കെ. ജിൻഡോ പതിവ് പോലെ കൂസിലേക്ക് വളരെ വേഗത്തിൽ ഓടുന്ന സിബയുടെ ഒരു മാറിയുള്ള ഒരു നൃത്തച്ചൂടുകളാണ്. അത് ശരിയാ. കിച്ചൺ ഏരിയയിലേക്ക് ജിൻഡോയും നന്ദനയും. എന്തിനാ? ഇന്ന് കട്ടപ്പ എന്ന ന്യൂസാണ് മത്സരാർത്ഥികൾ ചെയ്തു. കട്ടപ്പ എന്താ ന്യൂസ് ചെയ്തിരിക്കുന്നുള്ള ന്യൂസാ? അതെന്ത്? അർജുൻ കട്ടപ്പയായോ എന്ന് ടണൽ ടീമിന് ഒരു തോന്നലുണ്ടായിരുന്നു. പ്രാഗി കഴിഞ്ഞാ തീർന്ന്. ഇത് മാത്രം അറിയുള്ളൂ അല്ലേ അപ്സരെ? അൻസിബയും ഋഷിയും ആ കട്ടിലാരോ പൂട്ടിയിട്ടിരിക്കുക. അത് പോയിന്റ്. ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ട് വരികയും നമ്മുടെ ഒരു കുഞ്ഞു വാവനെ പോലെ 4 വയസ്സുള്ള കേട്ടിട്ടിരുന്ന് ചിരിക്കുന്നോട് അഭിഷേക്. അൻസിത്തയുടെ നോറക്കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമ. അൻസിത്തയുടെ നോറക്കുട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കുന്നു പറഞ്ഞ് അൻസിബേനെയും നോറേനെയും കളിയാക്കുന്നു. കാരണം അവർ ഇന്നലെ വരെ അടയും ചക്കരയായിരുന്നു, ഇന്ന് കീരിമാമ്പുവാ. അത് റിലീസാകാൻ വേണ്ടി ഇരുന്നതാണ്. ഈ ശ്രീധുവിന്റെ ചിരിയാണ് എന്ത് ഭംഗിയാ. ഒരു മണിയനീച്ച വന്നിരിക്കുകയും. മണിയനീച്ച അതാര്? ഈ ഒരു സീസണിൽ ഇനി കാണാനായിട്ട് നോറ ജാസ്മിൻ ഒളിപ്പോര് കോംബോ ആരുടെ കോംബോ അതൊന്നും പറയണ്ട. വന്നിട്ടില്ല. അതായത് അർജുന് മുതുകത്തും വയറാണോ എന്നൊരു സംശയം. മുതുകത്ത് വയറോ? ഓ അടിച്ചു മാറ്റിക്കൊണ്ടുപോണ സാധനങ്ങൾ ഉള്ളത് പറയാലോ. ഈ വീട്ടിലെ ഏറ്റവും ആക്രാന്തം ഈ അർജുന. ഈ ഫാമിലി കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും കട്ട് തിന്നിട്ട് ഇത് തിന്നുന്നതാവൻ തന്നെയാ. അവൻ ഇത്തിരി കട്ട് തീറ്റ കൂടുതലാ. ഇനി ജാസ്മിന്റെ അനുകരണമാണ്. ജാസ്മിൻ ആദ്യം അനുകരിച്ചത് നമ്മുടെ നന്ദനേനെയാണ്. നന്ദന പക്ഷെ ഇത് ഞാനല്ല, ബാക്കിയുള്ളവർ. ഇത് നീ തന്നെ. നന്ദന ഇത്രയും വൃത്തിയായിട്ടാണ് ഞാൻ ചെയ്യണത്. നന്ദന ഇത്രയും വൃത്തിയോടായിട്ട് ഞാൻ ചെയ്യണേ. ജിൻഡോ ചേട്ടാ, ഞാൻ പറയുന്ന രീതി തന്നെ ജിൻഡോ ചേട്ടൻ കറക്റ്റ് ആയിരുന്നു. അപ്പൊ കൈ ഇങ്ങനെ വിരിയണം. എന്റെ ഈ ജാസ്മിൻ ഇങ്ങനെ എല്ലാവരോടും കമ്പനി അടിച്ച ഫസ്റ്റ് തൊട്ട് നിന്നെങ്കിണ്ടില്ല. കപ്പ് കൊണ്ടുകൊണ്ട മുതലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് ജാസ്മിൻ അപ്സരേനെ അനുകരിച്ച്, അത് കഴിഞ്ഞ് നോറേനെ അനുകരിക്കുകയാണ്. അതെന്താ ജിൻഡോ ഇല്ല
നോറ അകത്തിരുന്ന് ചിരിക്കുക. ഇവരെന്നെയല്ലേ കളിയാക്കണേ. ഒരു ലാസ്റ്റ് ജാസ്മിൻ പിടിച്ച് സായിന് ഒരു ഒറ്റ അടി അടിച്ചു. സായി നീ എന്തിനാടി എന്നെ അടിക്കണേ? ഈ അടുത്തിരിക്കുന്ന ആളെ അടിക്കണ സ്വഭാവം നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും കൂട്ടുകാരുണ്ടാവും. അവന്റെ പേര് ഇന്നത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ ആയിട്ട് നമ്മൾ മറ്റു ചാനലിൽ വരുന്നതായിരിക്കും. എപ്പിസോഡ് 76ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ